മനു, ചെല്ലാൻ മീഡിയയിൽ വരുന്ന വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? വല്ലപ്പോഴും. എന്താ വല്ലപ്പോഴും? ഇനി മനു എല്ലാ ദിവസം കാണണം. ഞാൻ കണ്ടിരിക്കും. അനു വല്ലപ്പോഴൊന്നല്ല ആ കാണാറുണ്ടെന്ന് പറയാം. ഓക്കെ, നോണയും പറയണം. ചെല്ലാന മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങള് കവര് കാണിച്ചായിരുന്നു നിങ്ങളെ. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷവും ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് കവര് കാണിക്കാൻ വരുന്നത്. കൂടെ വരുന്നത് മനുവാണ്. സലാം. അപ്പോ കവര് കാണാം. അപ്പൊ മനു പോയാലോ? അതിനു മുമ്പായിട്ട് നമ്മള് ജാക്കറ്റ് ഇടണം. സേഫ്റ്റി ഒക്കെ ആയിട്ട് നമ്മൾ പോണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇടണത്. മനു വേണ്ടേ? അല്ല, എനിക്ക് വേണ്ട. നീ നിനക്ക് അറിയാലോ. അപ്പൊ നമുക്ക് ബാ, ആദ്യം മനു കയറിക്കോ. കേറിക്കൂടെ? നടുക്ക് സെന്ററിലായിട്ട് ഓടിക്കണം. കറക്റ്റ് സെന്ററിലായിട്ട് ഇരിക്കുക. സൈഡിലൊന്നും കൈ പിടിക്കേണ്ട കാര്യമില്ല. ഓക്കെ. എന്തെങ്കിലും ഇളക്കമുണ്ടെന്നാൽ തന്നെ ഞാൻ ബാലൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ടാറ്റ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഞങ്ങൾ കവര് കാണാൻ ഇറങ്ങിയിരിക്കുവാണ്. ചെല്ലാനത്ത് തന്നെയാണ്. അപ്പൊ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് മനുവാണ്. മനു, എല്ലാവരും ഹായ് പറഞ്ഞേ. മനു, എങ്ങനെയുണ്ട് കവര്? എപ്പൊ സ്റ്റാർട്ട് ചെയ്തൂടെ? നമ്മളിപ്പോ ഒരു 2 മാസം അടുത്തായി. ഫെബ്രുവരി ലാസ്റ്റ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഫെബ്രുവരി ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്. എങ്ങനെ തിരക്കുണ്ടോ ഇവിടെ? ഇവിടെ എന്ന് വെച്ചാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് വന്നവര് മാത്രമേ വരുള്ളൂ. ഓക്കെ. എല്ലാ ദിവസവും ഉണ്ടോ, അല്ലെങ്കിൽ മഴ വീണ ദിവസം അങ്ങനെ വല്ലതും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ടാവും. മഴ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വിസിബിലിറ്റി കുറയും. ഇപ്പൊ എത്ര നാള്? ഞങ്ങൾ കഴിഞ്ഞ വർഷം പറഞ്ഞായിരുന്നു ഒരു ഏപ്രിൽ അല്ലെ, മെയ് ആ ഒരു ടൈം വരെ ഉണ്ടാവില്ലേ? മഴ ഇല്ലെന്നാണെങ്കിൽ ആ ഒരു ടൈം വരെ ഉണ്ടാവും. ഈ ചാലില് എല്ലാ സ്ഥലത്തും ഉണ്ടാവോ കവര്? ഇല്ല ചേച്ചി, ഇതെന്ന് വെച്ചാല് കാറ്റിനനുസരിച്ച് ഇതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. അപ്പോൾ നമ്മള് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ഇങ്ങനെ ആളുകളെ വിളിക്കണുള്ളൂ. അത് ശരി. നിങ്ങൾ എവിടെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കവർ ഉണ്ടെന്നൊക്കെ? അങ്ങനെ പോസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കും. എവിടെയാണെന്ന് നമ്മൾ ലൊക്കേഷൻ ചെക്ക് ചെയ്യും. എന്നിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ആളുകളെ വിളിച്ചു വരുത്തുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ? ഓ, അടിപൊളിയല്ലേ? ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിസിബിലിറ്റി കാണുന്നത്. ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും കൂടുതലായിട്ട് ബ്രൈറ്റ് ആയിട്ട് കാണാം. ഞങ്ങൾ കഴിഞ്ഞ വർഷവും ചെല്ലാൻ മീഡിയ വന്നിട്ട് കവര് ഷൂട്ട് ചെയ്തായിരുന്നേ. പക്ഷെ ഇത്രയും എഫക്റ്റ് ഉണ്ടായി, ഇത്രയും നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം. ഭയങ്കര അത്ഭുതം പോലെ, എന്ത് രസാ കാണാൻ. കയ്യിലെടുക്കുമ്പോ കൈ നന്നായിട്ട് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്രയും മനോഹരമായ കാഴ്ച കാണാൻ അത് കണ്ടില്ലെങ്കിൽ മിസ് ചെയ്യും കേട്ടോ. ശരിക്കും കഴിഞ്ഞ വർഷത്തേക്കാളും അടിപൊളിയായിട്ടാണ് കവര്. നല്ല ലൈറ്റ് ആയിട്ട് ഇത്ര രസം കാണാന്നറിയോ? അപ്പൊ മനു, ഇവിടെ എല്ലാവർക്കും വന്ന് കാണാൻ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? ഇവിടെ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, ലിബിൻ എന്നാണ് പേര്. പുള്ളിനെ കോണ്ടാക്ട് ചെയ്താൽ മതി.
ഓക്കെ, അപ്പൊ ലിബിന്റെ നമ്പറും കൂടി ഞങ്ങൾ വീഡിയോ താഴെ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും വന്നൊന്ന് കാണുക. കവര് എന്ന് പറയുമ്പോ തന്നെ എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്ന സ്ഥലം കുമ്പളങ്ങിയാണ്. പക്ഷെ കുമ്പളങ്ങിയിൽ മാത്രമല്ല, കുമ്പളങ്ങിയേക്കാളും ഭയങ്കര മനോഹരമായിട്ട് കണ്ടക്കടവിലും ഉണ്ട്. ഞാൻ നിൽക്കുന്നത് കണ്ടക്കടവിലാണ്. അപ്പോൾ കവര് കാണണമെന്ന് പറയുന്നത് ഞങ്ങള് മനുവിനെയും ലിബിനെയും ആണ് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ പോന്നോളൂ, നമുക്ക് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം, അപ്പൊ എല്ലാവരും ഒന്ന് കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. കവര് കാണാൻ കുമ്പളങ്ങിയിൽ വരുന്നവര് കണ്ടക്കടവിലും കൂടി ഒന്ന് വരിക. കുമ്പളങ്ങിയേക്കാളും നല്ല രസമാണ് ഈ കണ്ടക്കടവിലെ കവര് കാണാൻ. അപ്പൊ എല്ലാരും വായോ. ഇതെന്ന് വെച്ചാൽ സൈഡിൽ നിന്ന് ഇളക്കി കാണാൻ നമുക്ക് കിട്ടൂല. അല്ല, ഈ ലൈറ്റ് ഇട്ടിട്ടും കവര് കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ഇത് അത്രയും ബ്രൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മനു, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇവിടെ ഇപ്പോ ഏത് സമയത്ത് വന്നാലും, അതായത് രാത്രി ഏത് സമയത്ത് വന്നാലും നിങ്ങൾ ഉണ്ടാവില്ലേ ഇവിടെ കവര് കാണിക്കാൻ? ഉണ്ടാവും. അപ്പോ ഏത് സമയത്തും വരാട്ടോ കവര് കാണാൻ. നമ്മള് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. നമുക്ക് എവിടെയാണ് ഈ ലൊക്കേഷൻ എന്ന് നോക്കണം, എന്നിട്ടാണ് ആളുകളെ നമ്മളെ വിളിക്കുള്ളൂ. അപ്പോ കവര് കാണണമെന്ന് ആഗ്രഹിക്കുന്നവര് നേരെ മനുവിനെയോ ലിബിനെയോ വിളിക്കുക, നേരെ വരിക. കണ്ടക്കടവില് പ്രത്യേകം പറയുവാണ്, കുമ്പളങ്ങിൽ മാത്രമല്ല കണ്ടക്കടവില് അടിപൊളി മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഏത് രാത്രി ആയാലും നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, കവര് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മനു, ഇതേ ഈ കവര് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതല്ലേ? ഇത് വർഷങ്ങൾ മുമ്പുള്ളത് അല്ലേ? ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഇത് കണ്ടു വളർന്നവരാണ് അല്ലേ? പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ. പക്ഷെ എന്നാണ് ഇത് മറ്റേ കുമ്പളങ്ങി ഫിലിം വന്ന ശേഷം അല്ലേ ഇതങ്ങ് സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ആളുകൾ വന്ന് കാണാൻ തുടങ്ങിയത്. അതെ, അതിന് ശേഷം നല്ല തിരക്കായിരുന്നില്ലേ? മാർച്ച്, ഏപ്രിൽ, മെയ് അല്ലെ? ഈ 3 മാസം നല്ല തിരക്കായിരിക്കും, പ്രത്യേകിച്ച് കുമ്പളങ്ങിയില്. അപ്പൊ ഞാൻ വീണ്ടും പറയുവാണ്, കുമ്പളങ്ങിയിൽ വരുന്നവര് നേരെ കണ്ടക്കടവിലും കൂടി വന്ന് കണ്ടിട്ട് വേണം പോവാൻ. കുമ്പളങ്ങിയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും തിളക്കം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അവിടെ വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇളക്കുമ്പോൾ കിട്ടുന്ന ഒരു ലൈറ്റ് കളറായിരിക്കും. അതെ, ഇത്ര ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഈ മൊബൈലില് ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് പോലും നന്നായിട്ട് തിളങ്ങി കാണുന്നുണ്ട്, നന്നായിട്ട് കാണുന്നുണ്ട്. ഇതേ ശരിക്കും പറഞ്ഞാ വെള്ളത്തിന്റെ മീതെയാണ് ഈ ബാക്ടീരിയസ് വരുന്നത് അല്ലേ? ടോപ്പിലുള്ള ആൽഗയാണ്. അതെ, അപ്പൊ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് കാണുമ്പോഴേക്കും കയ്യിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. താഴത്തേക്ക് മുക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു തിളക്കം കാണില്ല. അപ്പോൾ അടിപൊളി കാഴ്ചയെ കണ്ട് ഞങ്ങള് ഒരുപാട് മനുവിന്റെ ഒക്കെ വീട്ടില് കുറച്ച് ഈ ചാലിന്റെ ഏറ്റവും സെന്ററിൽ വന്നിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. അപ്പോ സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഇട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇടുന്നതാണ് ഈ സേഫ്റ്റി ജാക്കറ്റ്. അപ്പൊ നല്ല രസമായിരുന്നു. എന്താ പറയാ, കവറിനേക്കാളും നല്ല കാറ്റത്ത് ഇങ്ങനെ വഞ്ചിയിലിരിക്കാൻ അതിമനോഹരമാണ്, നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും വരിക. കണ്ടക്കടവിലാണ് കവര്. കുമ്പളങ്ങിനേക്കാളും അടിപൊളിയാണ് കണ്ടക്കടവില്. അപ്പൊ എല്ലാവരും വന്നൊന്ന് കണ്ടിട്ട് പോവുക. ആകെ 3 മാസമേ ഉള്ളൂ, മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസമല്ലേ കാണും. നമുക്ക് അടുത്ത വർഷമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എല്ലാവരും വരിക. മനു, നമുക്ക് വെള്ളം അടുപ്പിച്ചാലോ? ഓക്കെ. മനു, ചെല്ലാനമ്മയുടെ വീഡിയോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പൊ നമ്മളൊരു പ്രേക്ഷകനാണ് ഉണ്ണിച്ചേട്ടാ. ഓക്കെ, അപ്പൊ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നിങ്ങൾ പരമാവധി ഏറ്റവും വൈകാണ്ട് തന്നെ നേരത്തെ തന്നെ കാണണമെന്നാണ് ഞാൻ പറയണത്. എന്നുവെച്ചാൽ ഇത് അധികം നാൾ ഉണ്ടാവൂല. അതെ, ഏപ്രിൽ, മെയ് വരെ അല്ലേ? മെയ് വരെ. അപ്പോ നമ്പർ ഞങ്ങൾ കൊടുത്തേക്കാം വീഡിയോന്റെ താഴെ. അപ്പോൾ നിങ്ങളൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുക, നേരെ വരിക അല്ലേ? ഇത്രയും മനോഹരമായ കാഴ്ച കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ സൈനിങ് ഓഫ് ടെൻസി ഫ്രോം ചെലാന മീഡിയ.